ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. നമ്മൾ മഴക്കാലത്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. വാഗമണ്ണിലോട്ടായിരുന്നു നമ്മുടെ യാത്ര. സോ 2 ദിവസം കൊണ്ട് വാഗമണ്ണിൽ കാണാൻ പറ്റുന്ന ഒരുവിധപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന പ്ലേസിലോട്ടാണ് കേട്ടോ. ഇതിനു മുൻപ് ഒരുപാട് തവണ വാഗമണ്ണ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ആ സ്ഥലം കാണാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു മഴക്കാലത്ത് പോയത് കൊണ്ടാവാം ഒരുപാട് ഒരു വൈബായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു മഴക്കാലത്ത് ഇതുപോലെയുള്ളൊരു ക്ലൈമറ്റിലൊക്കെ യാത്ര ചെയ്യാനായിരിക്കും. നോർമലി നമ്മൾ യാത്ര ചെയ്യുന്നതിൽ വെച്ചിട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക വേറൊരു വൈബാണല്ലോ. നമ്മളപ്പോൾ പോയ സമയത്ത് ഇതുപോലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ടോപ്പിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ നടക്കാം, അല്ലാതെ ജീപ്പ് സഫാരിയും അവൈലബിൾ ആണ്. സോ നമ്മൾ ജീപ്പ് സഫാരിക്ക് പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് ഇതിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ജീപ്പ് സഫാരിയിൽ പോവുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ കേട്ടോ. കാരണം ആ സഫാരിയിൽ പോകുന്നതിനേക്കാളും എത്ര ബെറ്റർ ആയിരിക്കും ഇതുപോലെ നമ്മൾ നടന്നു പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങൾ നടന്നു പോകാമെന്നാണ് ചിന്തിച്ചിട്ട് പോയെങ്കിലും പെട്ടെന്ന് തീരുമാനം മാറ്റിയതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിമിന്നലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കണ്ടെന്ന് ചിന്തിച്ചത് കൊണ്ട് നമ്മൾ ജീപ്പ് സഫാരി എടുത്തു എന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. മഴക്കാലത്തെ യാത്രകൾ വന്നിട്ട് ഭയങ്കര രസമുള്ളതാണെങ്കിൽ കൂടി കുറേയേറെ റിസ്ക്കുകളും ഈ മഴക്കാലത്തെ യാത്രകൾക്ക് ഉണ്ട് കേട്ടോ. കാരണം അതൊക്കെ നിങ്ങൾക്ക് വഴിയെ ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല തണുപ്പും ചെറിയൊരു മഴയും ഫുള്ള് കോടയൊക്കെ ആയിട്ടുള്ള ഒരു വൈബ് ഭയങ്കര രസമായിരുന്നു. അത് ആസ്വദിച്ച് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആ ഒരു ജീപ്പ് അവിടെ നിർത്തിയിട്ട് മുകളിലേക്ക് കയറുന്ന സമയത്ത് ഫുള്ള് കോടയായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റാത്തത്ര കോടയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം പിന്നെ അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷമാണ്, കോട ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മുകളിലോട്ട് പോകുന്നത് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെയൊക്കെ എത്രയോ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ നേരിൽ നമുക്ക് കാണുമ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞ് കാണാനായിട്ട് പറ്റുക. ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്തപ്പോൾ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുടയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കാരണം റെയിൻ കോട്ടും കാര്യങ്ങളും ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ഇതൊക്കെ മൊത്തത്തിൽ ആസ്വദിക്കാനും അവിടെ മഴയൊന്നും കൊണ്ടാലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾക്ക് വീഡിയോ എടുക്കേണ്ട ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കങ്ങനെ റെയിൻ കോട്ട് ഇട്ടിട്ട് പിന്നെ കുടയൊക്കെ പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതെടുക്കാനായിട്ട് നിന്നില്ല. നമ്മൾ രണ്ടുപേരും കുടയും കൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ടോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കുന്നും മലേൻ്റെയൊക്കെ ടോപ്പിലെത്തിക്കഴിഞ്ഞിട്ടുള്ള ആ കാറ്റിൻ്റെ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുട പിടിക്കാനൊന്നും പറ്റാതെ വരും. കാരണം ഒരാൾ വീഡിയോ എടുക്കുക, മറ്റൊരാൾ വീഡിയോയിൽ ക്യാമറയിൽ വെള്ളം ആവാത്ത രീതിയിലൊക്കെ പിടിച്ച് കൊടുക്കുമ്പോഴൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടോ. കാരണം കാറ്റ് ഒരുപാട് ആയതുകൊണ്ട് തന്നെ. കണ്ടില്ലേ, ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ മുകളിലായിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് എത്തുമ്പോഴുള്ള ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. കുറേയൊക്കെ ഈ ഒരു സ്പോട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കുറച്ച് വിഷമവും പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിരുന്നു, കാരണം ഇവിടെ കുറച്ചൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പം നമ്മളിങ്ങനെ കയറിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 2 സൈഡും ആയിട്ടുള്ള ഒരു സംഭവം കാണാനായിട്ട് പറ്റുമല്ലോ. അതൊക്കെ ഇപ്പോൾ കുറേ ആയിട്ടുള്ളൂ വന്നിട്ട്. മുന്നൊന്നും ഇങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റി പരമായിട്ടുള്ള സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങളും ഇല്ലാതെയാണ് ഓരോരുത്തരൊക്കെ ഇങ്ങനെ മുകളിലേക്കൊട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ഇല്ലിക്കൽ കല്ല് കാണാനായിട്ട് അതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ നിന്നുകൊണ്ടുള്ള ഈ ഒരു കാഴ്ച ഭയങ്കര രസമാണ്, പറഞ്ഞാൽ തീരാത്ത അത്രയും നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മൾ ലാൻഡ്സ്കേപ്പാണ് ഷൂട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുറേ മണിക്കൂർ നിന്നാലും നമുക്ക് ഈ കോടയൊക്കെ സ്പീഡിൽ ഓടിപ്പോകുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ കിട്ടും കേട്ടോ. അതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമായി ഒന്നും തന്നെ വരുന്നില്ല. കണ്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നല്ല കാഴ്ചകൾ കാണാനായിട്ട് പറ്റും.
എനിക്ക് തോന്നുന്നു ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് നല്ലൊരു തണുപ്പും ക്ലൈമറ്റിലൊക്കെ ഭയങ്കര ഒരു സുഖമുള്ളതായത് കൊണ്ടാവാം നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ഷീണം തോന്നിയിരുന്നില്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ വാഗമണ്ണൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് വാഗമണ്ണിലത്തെ പല സ്പോട്ടുകളും ഇപ്പോൾ തങ്ങൾപ്പാറ അങ്ങനെയുള്ള കുറച്ച് സ്പോട്ടുകളിലേക്ക് നമുക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കര രീതിയിലുള്ള ക്ഷീണം തോന്നാറുണ്ട്, കിതപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ആവാം, അല്ലെങ്കിൽ ഈ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാവാം അത്രയ്ക്ക് അങ്ങോട്ടൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ആ ടോപ്പിലേക്ക് കയറുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 2 വീഴ്ചയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ സ്പീഡപ്പിൽ തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് പോരുകയാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്യും, നമുക്ക് ജീപ്പിൽ തന്നെ തിരിച്ചു വരാനായിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ, ആ ഒരു സ്കൈ ആയിക്കോട്ടെ, മൊത്തത്തിലൊരു പച്ചപ്പായിക്കോട്ടെ, ആ ഒരു ക്ലൈമറ്റ് കൊണ്ടുള്ള ആ ഒരു തണുപ്പും മൊത്തത്തിലുള്ളൊരു സീനറി വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു കേട്ടോ. ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഈ കൊടുമുടിയാണ് കേട്ടോ ഈ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. ഏകദേശം 4000 അടി ഉയരമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊരു 3 പാറക്കൂട്ടങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിന് ഓരോ നെയിമൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിന് നരകപാലം എന്നൊക്കെ പറയുന്നൊക്കെ ചേട്ടൻ പറയുണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ മഴക്കാലത്ത് യാത്ര ചെയ്യുന്നത് ഭയങ്കര രസമുള്ളൊരു യാത്രയാണെങ്കിൽ പോലും കുറേയേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിലത്തെ രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ അത്. നമ്മൾ കുന്നായിക്കോട്ടെ, മലയായിക്കോട്ടെ, കാടായിക്കോട്ടെ, കയറുന്ന സമയത്ത് ഇതുപോലെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. ഇത് അത്യാവശ്യം കുറച്ച് വലിയൊരു മരം തന്നെയാണ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ നമുക്ക് കുറച്ച് പോകാൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റി. ഇല്ല, കുറച്ചും കൂടി വലിയ മരമൊക്കെയാണ് വീണ് കിടക്കുന്നതെങ്കിൽ പിന്നെ വന്ന് കുറേ ബുദ്ധിമുട്ട്, നമ്മൾ കുറേ മണിക്കൂർ അവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മാർമല അരുവി കാണാനാണ് കേട്ടോ. മാർമല വാട്ടർഫോൾസ് കാണാനായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാഴ്ചയും അല്ലെങ്കിൽ ഈ ഒരു ഭാഗവും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഈ പോകുന്ന വഴി ആയിക്കോട്ടെ, അവിടെ പോയിട്ടുള്ള കാഴ്ച ആയിക്കോട്ടെ, നല്ല രസം തന്നെയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമുക്കറിയാം മഴക്കാലത്തൊക്കെ ഈ വാട്ടർഫോൾസൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അതിൽ കുത്തി ഒഴിച്ച് വരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഭംഗി തന്നെയാണ്. ഒപ്പം തന്നെ ഒരുപാട് അപകട സാധ്യതകളും കൂടുതൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പോകുന്ന സമയത്ത് 1-2 വണ്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് സമയം വൈകിയിട്ടുണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു പ്രത്യേകം ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഈ കാടൊക്കെ കടന്ന് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം നമ്മളവിടെ 2 വണ്ടികൾ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കുറേ ഉള്ളിലോട്ട് പോകാനുണ്ട്, നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോകുന്ന സമയത്ത് ഈ ശബ്ദങ്ങൾ, ബേഡ്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചീവീട്, അങ്ങനെയുള്ള ശബ്ദങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ആ ശബ്ദങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാത്തതിന് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭയങ്കര ഒരു ശബ്ദമായിരിക്കും. അപ്പോൾ ഈ പറയുന്നത് കൂടുതൽ വ്യക്തമാവില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് കേട്ടോ. മഴക്കാലത്ത് നമ്മൾ പേടിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇങ്ങനെയുള്ള വാട്ടർഫോൾസിലൊക്കെ നമ്മളിപ്പോൾ പെട്ടെന്നാണ് വെള്ളമൊക്കെ വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പേടിയുണ്ട്. എന്നാൽ വീഡിയോ ഇത്രയും നല്ലൊരു കാഴ്ച കണ്ടിട്ട് വീഡിയോ മിസ്സാക്കരുത് എന്നുള്ള ചിന്തയും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ഈ ഒരു വാട്ടർഫോൾസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തും മുഖത്തൊക്കെ തട്ടുമ്പോഴുള്ള അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നു കേട്ടോ. എന്നാലും ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കുറച്ച് പേരേ ഉള്ളൂ, 1-2 വണ്ടിയിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുമല്ല നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുമുണ്ട്. എന്നാൽ നമുക്കെന്നാലോ വീഡിയോ മുഴുവനായിട്ട് മിസ്സാക്കാനും പാടില്ല എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയായിരുന്നു. മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ കണ്ടിട്ടുണ്ടാവും അപകട സാധ്യതയൊക്കെ കൂടുതലുള്ളൊരു ഭാഗവും കൂടിയാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. ഇത് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ആ ഒരു വാട്ടർഫോൾസിൻ്റെ ഇത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല രസമുള്ളൊരു സ്പോട്ട് തന്നെയായിരുന്നു. ഇവിടേക്കും നമ്മൾ തിരിച്ചു വരുന്ന സമയത്തും ഇതുപോലെ മരങ്ങളൊക്കെ വീണിട്ട് കുറേ സമയം നമുക്ക് അവിടെ ബ്ലോക്കായിട്ട് നിൽക്കേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു സ്പോട്ടിലേക്കും അന്നടെ പോകാനായിട്ട് പറ്റിയിട്ടില്ല. സോ നമ്മൾ റൂമിലൊക്കെ പോയി പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് ഇനി കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം നമുക്ക് 2 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ
നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറേ നേരം ഉറങ്ങി തീർക്കാനായിട്ട് നിന്നില്ല, പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം 6:30-7 മണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട്. ടൗണിലായിട്ടാണ് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. നമ്മൾ മുട്ടക്കുന്നൊക്കെ പോകുന്നതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു ചായക്കടയിൽ നിർത്തിയപ്പോൾ ആ ചേട്ടനോട് ഇവിടെ ഇങ്ങനെ അധികം ആരും പോകാത്ത സ്ഥലങ്ങൾ എന്നാൽ കുറേ നല്ല സ്ഥലങ്ങൾ ഏതാന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ട് നമ്മൾ പോയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇങ്ങോട്ട് പോയ സമയത്ത് ഇങ്ങോട്ട് ജീപ്പ് സഫാരിയൊക്കെ വരുന്നുണ്ട്, ജീപ്പിലൊക്കെ ആയിട്ട് കുറേ പേര് വരുന്നുണ്ട്. നമ്മുടെ വണ്ടിക്കും പോകാനായിട്ടൊക്കെ പറ്റും. പക്ഷെ എന്താണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ചക്രമൊക്കെ ഇങ്ങനെ ചെളിയിലും അല്ലെങ്കിൽ ഇതിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയം ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാഹനങ്ങളൊന്നും അധികം ആരും കടത്തി വിടുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞ്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതേപോലെ വന്നിട്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ള സ്പോട്ടൊക്കെ ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ, രാവിലെ ടൈമിങ്ങിനനുസരിച്ച് ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇതേപോലെ ചെറിയ ചാറ്റൽ മഴയും നല്ല കോടയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ആ റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ, വണ്ടികൾ വരുന്ന ആ റോഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൂടുതലും മനസ്സിലാവും. ഭയങ്കര വലിയ കുഴികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകളും കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരമൊക്കെ വീഡിയോ എടുത്തു. അതിനുശേഷം വണ്ടിൻ്റെ അകത്തേക്ക് തന്നെ കയറിയിട്ടാണ്, കാരണം നല്ല മഴ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ നേരം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ആ ഫ്രണ്ടിലൊക്കെ ഫുള്ള് കോടയാണ്. ആ കോട പോയി കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമായിരുന്നു ഇതിൻ്റെ നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയായപ്പോൾ ബോട്ടിങ്ങിന് പോകാമെന്ന് കരുതിയിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ആ ബോർഡ് കണ്ടില്ലേ, ഇലയിൽ ഊണെന്നൊക്കെ പറഞ്ഞു, ഭയങ്കര സൂപ്പറായിട്ടുള്ള ഊണാണ് കേട്ടോ. കുറേ സീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ് കേട്ടോ. സംഭവം ഉച്ചയാണ് എങ്കിലും കണ്ടില്ലേ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ബോട്ടിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ നിറയെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നവർക്ക് മനസ്സിലാവും ഇവിടെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഹൗസൊക്കെ പോലെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. പക്ഷേ അങ്ങോട്ട് പോലും പ്രവേശിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ബ്രിഡ്ജ് പോലും ഫുള്ള് വെള്ളം കയറി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ടോ. നമ്മൾ ഇങ്ങോട്ട് പോണ സമയത്ത് തന്നെ വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫുള്ള് കോടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സ്പോട്ടുകളും കാണാനായിട്ട് പറ്റില്ല. കുറച്ച് കോടയൊക്കെ വന്ന് തെന്നി മാറി ആ സ്പോട്ടൊക്കെ കാണുന്ന രീതിയിലൊക്കെ കണ്ട് അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇത് നല്ലൊരു കോടയുള്ളൊരു സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽസ് ഒന്നും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. ഈ ഒരു കോട മാത്രമാണ് നമുക്കിങ്ങനെ മുന്നിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ കുരിശുമല സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം മുന്നിരിക്കെ വന്നിട്ട് ഭയങ്കര ഒരു ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുരിശുമലയും കാര്യങ്ങൾക്കൊന്നും പോകാനായിട്ട് നിന്നില്ല. നെക്സ്റ്റ് വന്നത് പൈൻ വാലിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ പൈൻ വാലിക്ക് പോകുന്ന സമയത്ത് എനിക്കറിയാം 2 സൈഡും ഇതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റുക. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പൈൻ വാലിയിലോട്ട് പോയിട്ടാണ്. നല്ല രസം കേട്ടോ. പൈൻ ഫോറസ്റ്റ് പോലെ മൊത്തം ആ ട്രീസൊക്കെ കണ്ട് അവിടുന്ന് ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല രസം ഉണ്ടാവും. കാരണം 10 രൂപയോ 5 രൂപയൊക്കെ വരുന്നുള്ളൂ ടിക്കറ്റ് ചാർജ്. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി അങ്ങനെ അതിന് മാത്രമാണ് എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരിക കേട്ടോ. കണ്ടില്ലേ, മുതിർന്നവർക്ക് 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ, ബേബീസിനൊക്കെ വന്നിട്ട് 5 രൂപയേ ഉള്ളൂ. എന്നതിന് ശേഷം നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നും കുറേ നല്ല ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇടയ്ക്ക് വരുന്ന സമയത്തൊക്കെ കാണാറുണ്ട് ഇങ്ങനെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട്, കപ്പിൾസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയും ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ അവിടെ ഒരു കല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കാരണം വഴുക്കലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ. കണ്ടില്ലേ, ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര നന്നായിട്ടില്ലേ കാണാനായിട്ട്. ഈ ഒരു പൈൻ ട്രീസ് മൊത്തമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനൊക്കെ ആയിട്ട്. ഇവിടെ അത്യാവശ്യം കോട നല്ല കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ ആ ഒരു ട്രീ ആയിക്കോട്ടെ അതിൻ്റെ ചുറ്റും നമുക്ക് കാണാനായിട്ട് പറ്റി. ബാക്കിയുള്ള നമ്മൾ സ്പോട്ടുകളിലൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് ഭയങ്കര രീതിയിലുള്ള കോടയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും അങ്ങനെ കാണാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞു ഏകദേശം. അപ്പോഴേക്കും കോടയൊക്കെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ
പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഈ ഒരു ട്രീസ് ആയിക്കോട്ടെ അതിൻ്റെ ചുറ്റുമുള്ള ഒരു പച്ചപ്പും കാര്യങ്ങളും മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റി. കുറേ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ. കാരണം മഴക്കാലത്തുള്ള ഒരു യാത്ര തന്നെയാണ് അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക അനിമൽസിൻ്റെയൊക്കെ ഫുട് പ്രിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ബേഡ്സിൻ്റെ ആയിക്കോട്ടെ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകാമെന്നായിട്ട് വിചാരിച്ചു. കാരണം 2 ഡേയ്സ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് ലെങ്തായി പോയാലോ എന്ന് തിങ്ക് ചെയ്തത് കൊണ്ടാണ് ഇതിലത്തെ മെയിനായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ആ ഒരു സ്കൈയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഭയങ്കര രസമല്ലേ? കാരണം ഇതേപോലെ 2 സൈഡും പച്ചപ്പും ഇങ്ങനെ ഈ ഒരു റോഡിൽ കൂടെയൊക്കെ കുന്നും മലയൊക്കെ കണ്ട് ഒരു ഫോറസ്റ്റ് യാത്ര ആയിക്കോട്ടെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്കൈൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വിഷ്വൽസൊക്കെ കണ്ടിട്ട് പോകാനുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു 2 ദിവസത്തെ യാത്രയിൽ മാക്സിമം നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കുറേ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ബാക്കി സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ടിലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.